ഇവിടെ ബഡ് ജാതി നടാനുള്ള സ്ഥലമൊക്കെ റെഡിയാക്കി, കുഴിയെടുത്തു. അതിൻ്റെ അകത്ത് കുമ്മായപ്പൊടി ഇട്ടു. കുമ്മായപ്പൊടി കണ്ടില്ല, ആ തെങ്ങിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെയാണ്. ഇവിടെ നേരത്തെ ഒരു 2 മഹാഗണി ഇവിടെ നിന്ന് വെട്ടിക്കളഞ്ഞിട്ടുണ്ട്. 2 മഹാഗണി. ഈ തെങ്ങും പോയി. ഈ തെങ്ങിനെ പറ്റിയെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മണ്ട ചെമ്പഞ്ചള്ളി കയറി മണ്ട നശിപ്പിച്ച് കളഞ്ഞു. അപ്പുറ സൈഡിലൊരു മഹാഗണി വെട്ടിക്കളഞ്ഞു. അവിടുന്ന് 2 മഹാഗണി വെട്ടിക്കളഞ്ഞു. മഹാഗണികൾ കുറേ കളഞ്ഞു. എല്ലാം ചെറുതാണ്ടില്ല, വലിപ്പം കണ്ടില്ല. അധികം വലിപ്പമുള്ള മഹാഗണികളല്ല. ഈ ആ വെള്ള കളർ കാണുന്ന കൊമ്മായ വിട്ടേക്കണം. ഇവിടെയാണ് ബഡ് ജാതി വരുന്നത്. അവിടെ റംബുട്ടാനുണ്ട്. അതിൻ്റെ അപ്പുറം ഒരു മൂവാണ്ടനുണ്ട്. പണ്ട് ഫാദർ നട്ടേക്കണ ഒരു മൂവാണ്ടൻ കാണാൻ പാടില്ല. അതിൻ്റെ ഇടയ്ക്കൊക്കെ അതിൽ മുഴുവൻ ഇത്തിക്കണ്ണ് കയറി. അത് മിക്കവാറും വെട്ടിക്കളഞ്ഞിട്ട് ഇത്തിക്കണ്ണ് കയറിയ ഭാഗത്ത് നിന്ന് വെട്ടിക്കളഞ്ഞിട്ട് റെഡിയാക്കേണ്ടി വരും. അങ്ങേറ്റത്തൊരു ഈ സൈഡിലാണ് ഏറ്റവും അങ്ങേറ്റത്ത് ജാതിയാണ്. ജാതിയുടെ ഇപ്പുറം റംബുട്ടാൻ കഴിഞ്ഞ് ഇവിടെ വീണ്ടും ജാതി, പിന്നെ ഇത് ബഡ് ജാതി. അപ്പോൾ ഈ ഇടയ്ക്ക് ഈ ഒരു സ്പേസ് കാണില്ല. ആ സ്പേസിലാണ് ഞാനൊരു ബഡ് ജാതി അവിടെ ആ കുഴി കാണിച്ചു തന്നത് ആദ്യം. പിന്നെ ഇവിടുത്തെ ഒരു നീലമ്മാവ് ഫാദർ കേട്ടോ. ഇതിൻ്റെ അകത്ത് ഇതേവരെ കാച്ചിട്ടില്ല വർഷങ്ങൾ. എനിക്ക് അതിൻ്റെ ഇപ്പോൾ തണ്ട് വലുതാണ്. ഇപ്പോൾ അത് വെട്ടിക്കളഞ്ഞ ഇടയ്ക്ക് കായ്ക്കാത്തതുകൊണ്ട് അതിപ്പോൾ മുഴുവൻ വെട്ടിയിട്ടില്ല. കാരണം കുറേ കുരുമുളക് കയ്യിൽ നിൽക്കുന്നുണ്ട്, അതുകൊണ്ട് ഫുൾ വെട്ടിക്കളഞ്ഞിട്ടില്ല. ഇത് ഗോൾഡൻ ബഡ്, അതും ഗോൾഡൻ ബഡാണ്. അപ്പുറത്ത് നിൽക്കുന്നത് നാടൻ ജാതി. ഇത് ഗോൾഡൻ ജാതി, ഇതും ഗോൾഡൻ ബഡ് ജാതി. ഇത് നാരങ്ങ. ഈ നമ്മൾ സാധാരണ നാരങ്ങ വെള്ളം ഉണ്ടാക്കുന്ന നാരങ്ങ, അത് ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇതിലിഷ്ടംപോലെ ഫ്രൂട്ട്സ് ഉണ്ട്. ഇത് മിറക്കിൾ ഫ്രൂട്ട്സ്, ഇഷ്ടംപോലെ ഉണ്ടായി. ഇത് നമ്മൾ പ്രിയൂർ മാവാണ്. അതിൻ്റെ ബാക്കിലാണ് ഞാൻ 2 മാങ്ങ ഇപ്പം നാളെ മേടിച്ചത്. അതിൻ്റെ കുഴിയെ കാണണം. പണ്ട് ഇവിടെയൊക്കെ കുറച്ച് മഹാഗണി വെട്ടിക്കളഞ്ഞായിരുന്നു ഈ സൈഡിൽ. അല്ല, അത് പ്ലാവാണ്. ഒരു ചിട്ടയായൊരു പ്ലാവ് വെട്ടിക്കളഞ്ഞാണ്. കുറേ പഴക്കമുള്ള, പക്ഷേ അധികം വണ്ണം വച്ചിട്ടില്ല. അത് ഈ പെര പണിത കാലം മുതൽ ആ പ്ലാവുണ്ട്. ഇവിടെ ഒരു തെങ്ങ് പണ്ടുണ്ടായിരുന്നു, അത് അതിൻ്റെ കുഴിയാണ് കാണുന്നത്. അപ്പം ഇവിടെ 2 മാവും തൈ വരും. ഒന്ന് കുളമ്പ് മാവും, മറ്റേത് കുളമ്പ് മാവും, മറ്റേ നീലാരിപ്പസന്തും. 2 മാവ് ഇവിടെ വരും. 2 മാവുണ്ട്. ഒന്ന് ഇത് ചന്ദ്രക്കാലൻ മാവ്. അതിൻ്റെ അപ്പുറം ഇത് ഇടയ്ക്ക് അത് ജാതി. അതിൻ്റെ അപ്പുറം മൂവാണ്ടൻ. ഇത് ചന്ദ്രക്കാലൻ. ഇവിടെ ഒരു സപ്പോർട്ട്, ഈ കുഴി ഉണ്ടാക്കിയിരിക്കുന്ന സപ്പോർട്ടയ്ക്ക് വേണ്ടി. അവിടെ ഒരു സപ്പോർട്ട് കണ്ടില്ല. ഇത് സെയിം ടൈപ്പ് ഇപ്പറ സൈഡിലൊരു സപ്പോർട്ട് കൊടുത്തായിരുന്നു. അപ്പോൾ ഇവിടെ 3 സപ്പോർട്ടുണ്ട്, മൊത്തം 4. അവിടെ സപ്പോർട്ട, ഇത് സപ്പോർട്ട, പിന്നെ അവിടെ 2 സപ്പോർട്ടുണ്ട്. അപ്പോൾ മൊത്തം ഈ ഉറപ്പരയുടെ ചുറ്റും, ഉറപ്പരാന്ന് ഞങ്ങൾ പറയണത് ഈ റബ്ബർ ഷീറ്റ് ഉണ്ടാക്കണതിന്. അപ്പോൾ ചുറ്റും 1, 2, 4 സപ്പോർട്ട് വരും. വീടിനോട് ചേർന്ന് സപ്പോർട്ടുകളൊക്കെ പറ്റുള്ളൂ. ഇത് വൈഫ് കരിയാപ്പിൽ പണ്ട് നട്ടു കൊടുത്തതാണ്. ഇത്രയായി. ഇത് നേരത്തെ കരിയാപ്പ് നട്ടു കൊടുത്തതാണ്. നേരത്തെ ഇവിടെ നട്ടു കൊടുത്തായിരുന്നായിരുന്നു. സപ്പോർട്ടയുടെ ഇപ്പുറം 4 കരിയാപ്പ് വരും. 1, 2. ഇതും പുതിയതൊരു കരിയാപ്പ് നട്ടു കൊടുത്താണ്. 4 കരിയാപ്പ്. പിന്നെ ഈ ഏരിയ ഞാൻ ഇന്ന് ക്ലീൻ ചെയ്ത് എല്ലാം റെഡിയാക്കി. അവിടെ ഇനി ആ മതിലിന് അവിടെ ചെറിയ റിപ്പയർ ഉണ്ട്. അതിനി ഏതെങ്കിലും ദിവസം സൗകര്യം പോലെ ചെയ്യാനുണ്ട്. അപ്പുറ സൈഡ് മതിൽ ഞാൻ റിപ്പയർ ചെയ്തു. ഇനി അവിടെ ഒരു ചെറിയ റിപ്പയർ ഉണ്ട്.
അപ്പോൾ ഇത് ഫസ്റ്റ് ഇവിടെ ജബോട്ടിക്ക് വരും ഈ കുഴിയിൽ. ഇവിടെ ജബോട്ടിക്ക്, അത് പീട്ടറിയാച്ചൻ്റെ വീട്, എൻ്റെ അയൽവക്കത്തുള്ള. ഈ ഏരിയയിലാണ് മരം വെട്ടിക്കളഞ്ഞത്. ഇവിടെ ഒരു പേര വരും, ഇവിടെ പേര മേടിച്ചിട്ടുണ്ട്, ജബോട്ടിക്കയും മേടിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഇങ്ങനെ ഫ്രണ്ടിലേക്ക് പോകുമ്പോൾ ഇവിടെ റംബുട്ടാൻ വരും. അപ്പുറ സൈഡിൽ റംബുട്ടാൻ പീട്ടറിയാച്ചൻ്റെ ഓർമ്മയില്ല, അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ ഒരു റംബുട്ടാൻ വരും. അതിനൊക്കെ കുഴി എടുത്ത് കഴിഞ്ഞു. റംബുട്ടാനിൻ്റെ ഇവിടെ എല്ലാം ക്ലീൻ ചെയ്ത് കുഴിയെടുത്തു, കുമ്മായം ഇട്ടു. ഇവിടെ ഈ ലാസ്റ്റ് കുഴിയിൽ വരുന്നത് ഞങ്ങൾ അവക്കാഡോയാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ മേടിച്ചിട്ടില്ല അതിൻ്റേത്, ഈ ഒരെണ്ണത്തിൻ്റെ മാത്രമേ മേടിക്കാനുള്ളൂ. അല്ലെങ്കിൽ അതുപോലെ ഏതെങ്കിലും നല്ലതെന്തെങ്കിലും മേടിക്കും. ബാക്കിയെല്ലാം മേടിച്ചു പോകും. സാധനം സൈറ്റിൽ വന്നു, ഇത് മാത്രമേ വരാനുള്ളൂ അവക്കാഡോ. പിന്നെ ഇവിടെ നമ്മുടെ പറമ്പിൽ ഫ്രണ്ടിൽ നിൽക്കുന്ന ഒരു പ്ലാവും തൈ നട്ടു. ഇവിടെ നമ്മുടെ പറമ്പിൽ ഏറ്റവും ഫ്രണ്ടിൽ നിൽക്കുന്ന നല്ല പ്ലാവും തൈയാണ്. നമ്മുടെ തന്നെ പ്ലാവും തൈയുടെ ഒരു ഇത് നട്ടു. ഇതൊക്കെ നമ്മുടെ നാടൻ പ്ലാവും തൈ. ഇവിടെ ഇച്ചിരി ചോലയുള്ള സ്ഥലം, ഇവിടെ പ്ലാവും തൈ മാത്രമേ വളർന്നു വരുള്ളൂ. ഈ ബാക്ക് സൈഡില്ലേ ഇവിടെ കുറച്ച് മതിലിൻ്റെ റിപ്പയറുണ്ട്, അതിന് ഞാനത് ചെയ്യണം. അവിടെ തൽക്കാലം ഞാൻ ടെമ്പററി റിപ്പയർ ചെയ്തു, അത് ഫുൾ റിപ്പയർ അവിടെ ചെയ്യണം. ഇതിപ്പോൾ ഒരു പ്ലാവും തൈ ഇവിടെ നട്ടിട്ടുണ്ട്. അത് ഏറ്റവും അറ്റത്തേക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് ഇത് ഞാനൊരു 10% ഏരിയ ബാക്കിൽ എൻ്റെ പ്ലോട്ടിൽ ഏറ്റവും ബാക്ക് സൈഡ്, അതായത് വെസ്റ്റേൺ സൈഡിനോട് ചേർന്ന ഒരു 10%, 5%, 10% സ്ഥലം ഫോറസ്റ്റ് പോലെ ഉണ്ടാക്കിയാണല്ലേ. ഫോറസ്റ്റ് പോലെ ഇത്രയും ഈ ബാക്കിൽ ഒരു 10% സ്ഥലം ഫോറസ്റ്റ് പോലെയാണ് വെച്ചേക്കുന്നത്. ഒരു ഫോറസ്റ്റ് ലൈക്ക് എൻവയറമെൻറ്റ് ഫീൽ ചെയ്യാൻ വേണ്ടി. ഈ ഹൗസ് പ്ലോട്ടിലെ ഒരു ഏരിയ ചെറിയൊരു ഫോറസ്റ്റ് പോലെ ബാക്ക് സൈഡിൽ. അപ്പോൾ ആളുകൾക്ക് ഫോറസ്റ്റിൽ പോകണമെന്നുണ്ടെങ്കിൽ ഇവിടെ ബാക്കിൽ ഒന്ന് കുറച്ച് നേരം നിന്നാൽ മതി. ഈ ഏരിയകളൊക്കെ ക്ലിയറായി. ഇതൊക്കെ 4 ബഡ് ജാതിക്ക. ഇത് സാധാരണ നാടൻ ജാതി 2 ഉണ്ട്, 4 ബഡ് ജാതി ഉണ്ട്. ഇത് തേൻ വരിക്കുക എന്ന് പറഞ്ഞ ഒരു ഇതേവരെ കാച്ചിട്ടില്ല. ഇത് ബഡ് പ്ലാവ് നട്ടതാണ്. ഞാൻ 4 സപ്പോർട്ട് 1, 2, 3 സപ്പോർട്ട് ഉണ്ടെന്ന് പറഞ്ഞില്ല, അതിൽ ഒന്ന് ഇതാണ്. എൻ്റെ കായാണ് ഈ കാണുന്നത്. ഒക്കെ മൂടി വെച്ച കാരണം അണ്ണാൻ, അതായത് ചെറുതൊക്കെ ഇപ്പോൾ കാണാൻ പറ്റും. അണ്ണാൻ എടുക്കാതിരിക്കാൻ വേണ്ടി അത് കവർ ചെയ്ത് വയ്ക്കും. ഇച്ചിരിയോടെ വലിപ്പം വന്നു കഴിഞ്ഞാൽ അണ്ണൻ്റെ പ്രശ്നം വരും, അപ്പോൾ അത് കവർ ചെയ്ത് വയ്ക്കും. ഇത് മാങ്കോസ്റ്റിനാണ്. അതിൻ്റെ കായ ഉണ്ടായി കിടക്കണ ഇഷ്ടം. ഇതാണ് ഇതിന് ഇത് ഇട്ടില്ല എന്നുള്ളത്. ഇവിടെയാണ് ഇവിടെ ഇട്ടു. മഴ വന്നപ്പോൾ കുമ്മായൊക്കെ പോയി. ഇവിടെ കുമ്മായ ഇട്ടതാണ്. ആ മഴ പെയ്തപ്പോൾ കുമ്മായൊക്കെ പോയി. ഇത് മാങ്കോസ്റ്റ് നടാനുള്ള ഒരു ഏരിയ. ഇവിടെ അടുത്ത 2 ജാതിയുണ്ട്, ആ സൈഡിലും ജാതിയുണ്ട്. ഇവിടെ ഒരു മാങ്കോസ്റ്റ്. പണ്ട് ഇവിടെ ഒരു 3 ജാതി ഞാൻ ഈ ഏരിയയിൽ നിന്ന് വെട്ടിക്കളഞ്ഞാണ്. ഇവിടെ കുമ്മായിട്ട് അതൊക്കെ പോയി മഴ പെയ്തപ്പോൾ. ഒരാഴ്ച കുമ്മായിട്ടിട്ടപ്പോൾ ഇത് സാധാരണ മാവ്, എന്നാൽ ഓൾ സീസൺ മാവ് ഉണ്ട് അവിടെ വരുന്നത്. അവിടെ മറ്റേ മാങ്കോസ്റ്റിനും ഇവിടെ ഓൾ സീസൺ മാവുണ്ട്. പിന്നെ ഒരു ചാമ്പ കൂടി മേടിച്ചിട്ടുണ്ട്. അത് നടാനുള്ള ലൊക്കേഷൻ നമ്മൾ ഇവിടെ കണ്ടു. ഇത് പണ്ട് പുളി വെക്കുന്ന സ്ഥലമാണ്, പുളി വെട്ടിക്കളഞ്ഞു. ഇപ്പോൾ ഇവിടെ 2-3 ബഡ് ജാതിയും 2 ബഡ് പ്ലാവും നിൽക്കുന്നുണ്ട്. ഇതിലുണ്ടായതാണ് കഴിഞ്ഞ ചക്ക. ഇവിടെ ഇത് അതിൻ്റെ കുഴി ഏതാ
നമ്മുടെ ചാമ്പാടാനുള്ള കുഴി. ഇവിടെ ഒരു കരിയാപ്പൊക്കെ ഉണ്ട്, അപ്പുറത്തും ഒരു കരിയാപ്പുണ്ട്.